ഇന്നലെ മുതലാണ് നമ്മളെ വയനാട്ടിൽ കാലവർഷം കുറച്ച് ശക്തമായിട്ട് കുറച്ച് കാലവർഷം തുടങ്ങിയത് തന്നെ പറയാം. രാത്രി നല്ല കാറ്റായിരുന്നു. കാറ്റടിച്ചാലാണ് ഏറ്റവും കൂടുതൽ പേടി. ഞാൻ പറഞ്ഞു രാവിലെ എന്തെങ്കിലും നഷ്ടം ഉണ്ടാവുമെന്ന്, അതുപോലെ തന്നെ സംഭവിച്ചിട്ടോ. അപ്പൊ നോക്ക്, നമ്മളെ അവക്കാഡോന്റെ മരം പറഞ്ഞു ഇങ്ങോട്ട് വീണ്, പൊട്ടി വീണതല്ല, ചുവടടക്കം പറഞ്ഞു പോകുന്നതാണ്. നിറച്ച് കായ്കളുണ്ട്. ഇങ്ങോട്ട് നോക്കി, ഇഷ്ടം പോലെ നല്ല വലുപ്പമായി വരും. മൂപ്പായിട്ടില്ല. അവക്കാഡോയും ഉണ്ട്. കഴിഞ്ഞ വർഷം അത്ര കായ്കളില്ലേനു, ഇപ്രാവശ്യം വീഴാൻ വേണ്ടിയിട്ട് തന്നെ ഇങ്ങനെ കായ്കൾ ഉണ്ടായത്. നല്ലൊരു കാറ്റടിച്ചപ്പോഴേ ഞാൻ രാത്രി കുഞ്ഞോളോട് പറഞ്ഞു എന്തെങ്കിലും സംഭവിക്കുന്നു. ഞാൻ വേഗം വാഴയൊക്കെ ചെന്ന് നോക്കിയിട്ട് രാവിലെ തന്നെ, ഞാൻ തൊഴുത്ത് കയറാതെ ഇത് ചെന്ന് നോക്കിയത് വാഴക്കൊക്കെ കുത്തു കൊടുത്തോണ്ട് കുഴപ്പമില്ല. അപ്പൊ സമാധാനിച്ച് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഉമ്മ തൊഴുത്തിൽ വന്ന് പറയുന്നത്, ഞാൻ പശുവിനെ കറന്നു കൊടുക്കുക എന്ന് പറയുന്നത്, എടാ നമ്മൾ അവക്കാഡോ ചെരിഞ്ഞിട്ടുണ്ട്, വീഴാനയക്കുന്നതെന്ന്. അപ്പൊ ഞാൻ കറവ് കഴിഞ്ഞിട്ട് നമുക്ക് വലിച്ചു നിർത്താന്നൊക്കെ പറഞ്ഞ് പാലൊക്കെ കൊടുത്തു വന്നപ്പോഴത്തേക്കും അവക്കാഡോ മൊത്തമായിട്ട് ചെരിഞ്ഞു പോയി. ഇതാ ഈ ഒരു മരത്തിന്റെ ഒരു വലിയൊരു പ്രശ്നമാണിത്. പെട്ടെന്ന് കാറ്റ് പിടിച്ചു കഴിഞ്ഞാലൊക്കെ ഇവിടുന്ന് അങ്ങോട്ട് വേരിന് വലിയ പിടുത്തല്ല, അധികം പൊട്ടലല്ല കേട്ടോ. അതുപോലെ മുരട് അടക്കം പറഞ്ഞോണ്ട് പോലെ. അപ്പൊ വീണതല്ല പ്രശ്നം, വീണയിലും വലിയൊരു പണി കിട്ടിയത് നമ്മള് ഈ മരം നിൽക്കുന്നതിന്റെ തൊട്ട മുന്നിലൂടെയാണ്. മുകളിലിപ്പം സർവീസുകാർ മുകളിൽ കാണങ്ങനെ വലിച്ചു കെട്ടിയത് കേട്ടോ. സർവീസുകാരാണ് പോണേ നമ്മളെ തൊഴുത്തിലേക്കൊക്കെയുള്ള കറണ്ട് കണക്ഷൻ കേട്ടോ. അപ്പൊ അത് പോകുന്നത് കറക്റ്റ് ഇതിലായിരുന്നു. അപ്പൊ സർവീസുകാരും കൂട്ടിയിട്ടാണ് ഇത് വീണിട്ടുള്ളത്. ഇപ്പൊ അതിന് നമ്മൾ പെട്ടെന്ന് വന്നിട്ട് ഇത് തൊടാനും കാര്യങ്ങളൊന്നും പറ്റിയില്ല, പേടി. സർവീസുകാർ പൊട്ടിയിട്ടൊന്നും അറിയില്ലല്ലോ. അങ്ങനെ ടൈറ്റായി നിൽക്കായിരുന്നു. ഞാൻ വേഗം KCB-കാരെ വിളിച്ചിട്ട് ഇപ്പൊ അവര് വന്നിട്ട് അവരെന്ത് ചെയ്തു, അവര് മരം കണ്ടപ്പോൾ അവർക്കും സങ്കടമായിട്ടോ. ഇതിങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴേ അവർ ഇത്രയും കായ്കൾ ഉണ്ട്, അപ്പൊ എന്തായാലും വെട്ടണ്ട, നമുക്ക് ഈ സർവീസുകാർ നമുക്ക് അടിയിലൂടെ അങ്ങനെ കണക്ഷൻ ഊരി തന്നിട്ട് അയച്ചെടുത്തിട്ട് മുകളിലൂടെ അങ്ങനെ ഇട്ട് തരാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇതിന്റെ ഇവിടെ അങ്ങനെ ടൈറ്റായി നിൽക്കുന്നു സർവീസുകാർ. ഇവിടെ ആയിരുന്നു പൊട്ടിയിലെ ഭാഗ്യത്തിന്. എന്നിട്ട് നമ്മൾ ഊരി മുകളിലൂടെ ഇട്ട് ഒന്ന് സേഫാക്കി അവരെന്നെ സഹായിച്ചിട്ട്. ആരുമില്ല ഇന്നാണെങ്കിൽ മഴ കൊണ്ട്. ഇന്നലെ നിതിനൊക്കെ പണിക്കുണ്ടായിരുന്നു, ആ നാസർക്ക് ആരുമില്ല. ഞാൻ ഒറ്റയ്ക്ക്, ഞാനും കുഞ്ഞോടും കൂടെ കുറെ വലിച്ചൊക്കെ നോക്കി, കഴിഞ്ഞില്ല. ലാസ്റ്റ് KCB-കാർ നമ്മളെ സഹായിച്ചിട്ട് ഇതാ ഇങ്ങനെ ഒരു നമ്മളെ കോണി എടുത്തു കൊടുത്തിട്ട് അതിലിങ്ങനെ താങ്ങി നിൽക്കട്ടെ നമ്മളെ മരം. ഇതാ നല്ല ടൈറ്റ് ഉണ്ട്. ഇതിങ്ങനെ നിർത്തിയതിനുള്ള കാരണം എന്താ അറിയോ, ഇതിങ്ങനെ നിലം കുത്തിപ്പോയിനു. അപ്പൊ ഇതാ നല്ല കായ്കളുണ്ട്. അപ്പൊ ഇതൊന്ന് മൂത്ത് കിട്ടുന്ന വരെ നമുക്ക് ഇങ്ങനെ നിർത്തി കഴിഞ്ഞിട്ട് ഇതൊക്കെ പറിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത് വെട്ടിയിട്ട് മരത്തിനെ നീർത്താന്ന് വെച്ചു. ഇപ്പൊ നീർത്താൻ പോയിട്ട് ഞങ്ങൾ ശ്രമിച്ചു നോക്കി. ഇതാ കയറ് ഞാനും കുഞ്ഞോളും വലിച്ചു. KCB-കാർ ഇവിടുന്ന് നമുക്ക് ഈ കോണി ഇങ്ങനെ തല്ലിയൊക്കെ തന്ന്. പക്ഷെ ഇതാ കുഞ്ഞോളും ഞാനും വലിച്ചിട്ട് മരം കുറച്ച് പൊന്തുമ്പോൾ മരം അങ്ങോട്ട് പോവാണ്. എന്നുവെച്ചാൽ മുകളിൽ അത്രയും വെയിറ്റ് ആണ്. അപ്പൊ ഓരും പറഞ്ഞു ഇങ്ങനെയാണ് നിർത്തിക്കാളിപ്പോ മൂത്തിട്ട് നിങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, വെട്ടിയിട്ട് മരം നീർത്താന്ന് പറഞ്ഞു. ഇതൊക്കെ നല്ല ഇതൊക്കെ ആയി വന്നാട്ടോ. അത്യാവശ്യം ഇതിന്റെ വലിപ്പം കണ്ടപ്പോഴേ എന്തോ പന്തികൾ ഉണ്ടായിരുന്നു സംഭവിക്കുന്നത്. അതുപോലെ തന്നെ സംഭവിച്ചു. ഇതാ പൂക്കൾ ഉണ്ടാകുന്നുണ്ട്, പുതിയതൊക്കെ ഉണ്ട്. വേനലിൽ നമുക്ക് അത്യാവശ്യം ഇതിന് അവക്കാഡോ കിട്ടീന് കേട്ടോ. നോക്ക്, ഇതൊക്കെ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, അടിയിലേ ചാക്കിൽ എന്തെങ്കിലും ആക്കി വെച്ചു, മണ്ണിൽ ഇങ്ങനെ കുത്തി നിന്നാലും കേടാ. ഒന്ന് രണ്ടെണ്ണം വീണീനല്ലോ അല്ലേ, ഇവിടെ കണ്ടീനല്ലോ. ആ ഇതാ ഉപ്പായിട്ടില്ല, പക്ഷെ കടകളിലൊക്കെ ഇങ്ങനത്തെ ഒക്കെ വരുന്നതാണ്. പഴുക്കുക നമുക്ക് നോക്കതാ. അപ്പൊ ഇത്രയും വെയിറ്റ് താങ്ങുന്നോണ്ടേ ഇതുപോലുള്ള ഉണക്ക കൊമ്പുകളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് വെട്ടി ഒഴിവാക്കാം. എന്താ വെറുതെ വെയിറ്റ് താങ്ങി നിർത്തണ്ടല്ലോ. ഇത് ഉണക്കയാണ്. അവക്കാഡോയിൽ വരുന്ന പ്രശ്നമാണ് ഇതുപോലെ കൊമ്പ് ഉണങ്ങൽ കേട്ടോ. കൊമ്പ് ഉണങ്ങിയിട്ട് പെട്ടെന്ന് മരം ഉണങ്ങിപ്പോവും. ഒരു വർഷമൊക്കെ കൊമ്പ് ഉണങ്ങി നിൽക്കും, പിന്നെ മരം ഉണങ്ങി. ഇങ്ങനെ തന്നെ നിർത്തി ചേട്ടാ. അത് വിജയേട്ടനെ വിളിച്ചിരുന്നു. ഇപ്പൊ വയറ് നമ്മൾ മുകളിലൂടെ ആക്കി. ഇപ്പൊ നമുക്ക് ഇനി മൂത്തിട്ട് പറിച്ചിട്ട് നിർത്താം. ഇവിടെ എല്ലാവർക്കും സങ്കടം. വിജയേട്ടൻ ഇപ്പൊ അവിടെ വേറെ പണിയിലിരുന്നപ്പോ വന്നു നോക്കിയത് എന്താ ചെയ്യേണ്ടത് വെച്ചിട്ട്. വിജയേട്ടൻ ഞാനും കുഞ്ഞുങ്ങളും കൂടെ ആദ്യം നോക്കിയതാ. പിന്നെ കറണ്ട് ഉള്ളതുകൊണ്ട് നമ്മൾ പറഞ്ഞു അത് തൊടണ്ട, അവർ വന്ന് റെഡി ആക്കിയിട്ട് ഇതാക്കാന്ന്. അപ്പം ഇനി നമുക്ക് ഇങ്ങനത്തെ കമ്പുകളൊക്കെ ഒന്ന് വെട്ടി കളയേണ്ടതൊക്കെ ഒന്ന് കളഞ്ഞ് ഒന്ന് സെറ്റാക്കി നിർത്താം അല്ലേ. അപ്പൊ അവക്കാഡോയുടെ മരമൊക്കെ കൃഷി ചെയ്യുന്നവരൊക്കെ ഉണ്ടല്ലോ, അവക്കാഡോ ചെയ്യുന്ന എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഞങ്ങളും വിട്ടുപോയത്. കഴിഞ്ഞ വർഷം നമ്മളിത് ഇവിടെ കെട്ടിയിട്ടുണ്ടല്ലോ. ഈ കെട്ട് കഴിഞ്ഞ വർഷം ഇതുപോലെ മരം ചെരിഞ്ഞിട്ട് നമ്മൾ കെട്ടി കൊടുത്തിട്ടുണ്ടോ. അത് ഇപ്രാവശ്യം വേനലിൽ ടൈറ്റായപ്പോൾ നാസർക്ക് പറഞ്ഞു നമുക്ക് മുറിച്ച് ഒഴിവാക്കാം, മരം നീർന്നിക്ക് പറഞ്ഞു, ചെരുവ് അതിനകത്ത് നീർന്ന് പറഞ്ഞു. അങ്ങനെ മുറിച്ച് ഒഴിവാക്കിയതാട്ടത്. അങ്ങനെ ഇപ്രാവശ്യം കെട്ടി കൊടുക്കണം എന്നൊക്കെ വിചാരിച്ചു. പിന്നെ കാറ്റൊന്നും അങ്ങനെ പ്രതീക്ഷിക്കാതെ വന്നില്ല, പെട്ടെന്ന് വന്ന കാറ്റായി പോയി. അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയെങ്കിലും, ഞാൻ രാവിലെ കണ്ടപ്പോഴെങ്കിലും നമ്മൾ നിർത്താൻ നോക്കിയെങ്കിൽ നടന്നിരുന്നത്. ഞാൻ അങ്ങനെ താങ്ങി നിൽക്കും വിചാരിച്ചു, സമയം ഉണ്ടല്ലോ വിചാരിച്ചു. അവക്കാഡോ ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കാറ്റ് മഴയൊക്കെ വരുന്നുണ്ട്. അപ്പം എന്തായാലും മരം വീണു, കാറ്റ് തട്ടിയ പെട്ടെന്ന് പോകുന്നൊരു മരമാണ് അവക്കാഡോ. അപ്പൊ ഒന്ന് വലിച്ച് കെട്ടാനൊക്കെ നോക്കുക. പറ്റുന്ന ഒരു ചെറിയ ചെരുവൊക്കെ ഉണ്ട്, ഇപ്പൊ തന്നെ നിർത്തി കെട്ടി വെച്ചാൽ പെട്ടെന്ന് അങ്ങനെ പൊട്ടൂല. അല്ലെങ്കിൽ കാറ്റ് തട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് വീഴുന്നൊരു മരമാണിത്. ഈ അവക്കാഡോയുടെ പ്രത്യേകത എന്താ അറിയോ, പെട്ടെന്ന് ഉണ്ടാവും. നമുക്ക് നട്ടുകൊടുത്ത് 3-ാമത്തെ വർഷം തന്നെ അവക്കാഡോ നല്ല നോക്കുകയാണെങ്കിൽ അവക്കാഡോ ഉണ്ടായി കിട്ടും. പെട്ടെന്ന്
മരം നശിച്ചുകൊണ്ട് മരം കൂടെ, അതായത് ഉണക്ക് രോഗം വന്നിട്ട് ഞാൻ പറയുന്നത് ഇങ്ങനെ കമ്പ് ഉണങ്ങിയിട്ട് ഈ ഒരു പ്രശ്നം ഇവിടെയൊക്കെ കണ്ട കമ്പ് ഉണങ്ങി ഇങ്ങനെ ഉണങ്ങിയിട്ട് ഒരു 2 വർഷം കൊണ്ട് മരം പോവും. പിന്നെ ഒന്ന് കാറ്റ് തട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മളെ മരം ചെരിഞ്ഞു പോകും. ഈ 2 പ്രശ്നം ഉള്ളതുകൊണ്ട് ഞങ്ങൾ എന്താ ചെയ്യല്, ഓരോ വർഷവും 1-2 അവക്കാടോ അങ്ങനെ നട്ടു കൊടുക്കും. അങ്ങനെ നട്ടു കൊടുക്കുന്നതുകൊണ്ട് നമ്മുടെ തോട്ടത്തിൽ ഒന്ന് പോകുമ്പോൾ ഒന്ന് ഉണ്ടാകുന്നത്, അതുകൊണ്ട് വലിയ സങ്കടം ഇല്ലാത്ത നമുക്കിപ്പോൾ കുറെ അവക്കാടോ ആയി വരുന്നുണ്ട്. ഈ ചെരിഞ്ഞത് ഞാൻ നഷ്ടം എന്ന് പറഞ്ഞല്ലോ, ഇങ്ങനത്തെ ഒരു മരത്തിൽ നിന്ന് ചുരുങ്ങിയത് ഇപ്പൊ ഒരു 3000 മുതൽ 5000 വരെയൊക്കെ ഈ ഒരു റേഞ്ച് ആകുമ്പോൾ തന്നെ നമുക്ക് വരുമാനം കിട്ടുന്ന ഒരു മരം കേട്ടോ. അത് എടുത്ത് പറയുന്നത് നമ്മൾ വലിയ അവക്കാടോ നോക്കെ നമുക്ക് 10,000 രൂപയ്ക്ക് അടുത്ത് വരെയൊക്കെ ഒരു അവക്കാടോ കിട്ടിയിട്ടുണ്ട് വിലയുള്ള സമയത്ത്. എന്നാലും ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനത്തെ ഒരു മരത്തിൽ നിന്നൊക്കെ എന്തായാലും ഒരു 5000 രൂപയ്ക്ക് ചോടായിട്ട് 3000 ഒക്കെ ആയിട്ട് വരുമാനം കൂടെ കിട്ടുന്നുണ്ട്. അതും കൂടെയാണ് നമുക്ക് നിന്ന് പോകുന്നത്. അപ്പൊ ഒന്ന് പെട്ടെന്ന് തൈകൾ നട്ടു കൊടുക്കുക, പിന്നെ ഇങ്ങനത്തെ മരങ്ങളൊക്കെ ആയി കഴിയുമ്പോൾ വലിച്ചു കെട്ടി സെറ്റ് ആക്കുക. വീഡിയോ ഇവിടെ നിർത്തുകയാണ്. ഇനി അടുത്ത പണി നോക്കട്ടെ. ഇനി അടുത്ത പണി കാറ്റ് തരുമ്പോഴത്തേക്കും നമ്മൾ ഫാമിലുള്ള പണികൾ തീർക്കട്ടെ.